എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇറാനെ ചുട്ട് ചാമ്പലാക്കി കളയുന്നത്. അദ്ദേഹമല്ലേ വിചാരിച്ചാൽ നടക്കും, ചുട്ട് ചാമ്പലാക്കാൻ പറ്റും. അപ്പം ചാമ്പലാവുന്നതിന് മുമ്പ് ഈ രാജ്യത്തിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം പലരും അത് ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ്. ആരും അങ്ങോട്ട് എത്തി നോക്കാറില്ല ആഴത്തിലേക്കൊന്നും. അപ്പം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും പറയത്തക്ക ചരിത്രമൊന്നുമില്ല. ഇപ്പോഴത്തെ അമേരിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ചരിത്രം കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് മുമ്പാണ്. അതിനു മുമ്പ് അമേരിക്കയിൽ ആകമാനമുണ്ടായിരുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇൻകാ സംസ്കാരം, അതുപോലെ റെഡ് ഇന്ത്യൻ സംസ്കാരം, മയോ സംസ്കാരം തുടങ്ങിയ സംസ്കാരങ്ങളാണ്. അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ അവിടെ ഇപ്പോഴും കാണാം. അതൊന്നും അമേരിക്കയുടെ സംസ്കാരമല്ല. വന്നത് ഇംഗ്ലീഷുകാരവിടെ കുടിയേറി പാർത്തു. പിന്നെ തെക്കേ അമേരിക്കയിലാണെങ്കിൽ സ്പെയിൻകാരും കൂടി കുടിയേറി പാർത്തു. അവരുടെ ഒരു സംസ്കാരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇടർച്ചയോ തുടർച്ചയോ ഒക്കെ ഉള്ളൂ. ഇസ്രായേലിനും അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചരിത്രമേ ഉള്ളൂ ഇസ്രായേൽ എന്ന രാജ്യത്തിന്. ജൂതന്മാർക്കതല്ല കേട്ടോ, പഴയ ചരിത്രമൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരുമില്ലാത്ത ഊഷരമായൊരു ഭൂമിയിൽ കൊണ്ടവരെ അധിനിവേശം നടത്തിച്ചു. ചുറ്റും അറബ് രാജ്യങ്ങളായിരുന്നു, പാലസ്തീനടുത്തായിട്ട്. അതാണ് നിത്യ സംഘർഷഭരിതമായിട്ട് പശ്ചിമേഷ്യ കുടികൊള്ളുന്നതിൻ്റെ ഏറ്റവും ആധാരമായിട്ടുള്ള കാരണവും അതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പേർഷ്യ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇറാന് വലിയൊരു ചരിത്രമുണ്ട് കേട്ടോ. അതിൻ്റെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 7000 വർഷത്തോളം നീളുന്ന ഒരു സംസ്കാരം അതിനുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ സൈന്ധവ നാഗരികതയോളം പോകുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഊഷരഭൂമിയായിരുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യം, പേർഷ്യ എന്ന് പറയുന്ന രാജ്യം. നമ്മുടെ ഇവിടെ ഗുപ്ത രാജവംശം, അതുപോലെ തന്നെ മൗര്യ രാജവംശം എന്നൊക്കെ പറയുന്ന രാജവംശങ്ങൾ വളരെ ഇന്ത്യക്ക് സുവർണകാലം നൽകിക്കൊണ്ട് ഭരിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെയും ചില രാജവംശങ്ങൾ, അൻറ്റോളിക് എന്ന് പറയുന്ന രാജവംശം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന രാജവംശങ്ങളൊക്കെ അവിടെ ഭരിച്ചിരുന്നു. അവരുടെ കാലത്ത് ലെവൻറ്റ്, മെസോപ്പൊട്ടോമിയ, കോക്കസസ് എന്ന് പറഞ്ഞാൽ റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള കോക്കസസ് ഒക്കെ അവർ കൈയടക്കി അതിൻ്റെ ഭാഗമായിരുന്നു, അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഏതാണ്ട് ലോകം അന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ ഏറെ ഭാഗങ്ങളും അവർ ഭരിച്ചിരുന്നു. ഗ്രീസ്, റോം, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വരെ അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ചിലപ്പോൾ യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് അവർ കൈവശം വെച്ചിരുന്നു. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ചൈനയുടെ ചില ഭാഗങ്ങളൊക്കെ ഇവരുടെ അധീനതയിലാണ് ഭരിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ നമുക്കുണ്ട്. അല്ലാതെ ഇതുപോലുള്ള യുദ്ധങ്ങളിൽ നാം ഏർപ്പെട്ടിരുന്നില്ല. അത് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അവർ ഭരിച്ചിരുന്നു എന്ന് മാത്രം. ഈ പാശ്ചാത്യ തത്വചിന്തകനായിട്ടുള്ള ഫ്രെഡറിക് ഹെഗൽ പറയുന്നത് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ പീപ്പിളാണ് ഇറാനിലെ ജനങ്ങളെന്നാണ്. വലിയ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ, ആദ്യമായിട്ട് ചരിത്രം സൃഷ്ടിച്ച ആൾക്കാരാണ് ഇറാനിലെ ജനങ്ങൾ എന്നാണ് പറയുന്നത്. അവരുടെ കീഴിലാണ് നമ്മുടെ ഈ ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്ന മെനിഡ് സാമ്രാജ്യം ഉണ്ടായിരുന്നത്. യൂറോപ്പ്, അതുപോലെ തന്നെ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം, ഇരുണ്ട ലോകം നമ്മൾ പറഞ്ഞ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളും ഇവരുടെ അധീനതയിലായിരുന്നു ആ കാലത്താണ് പറയുന്നത്. പാർത്ഥിയൻ എംപയർ, അതുപോലെ തന്നെ സുസേനിയൻ എംപയർ, ഇതൊക്കെ തന്നെ 2-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സാമ്രാജ്യമാണ് സുസേനിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാമ്രാജ്യങ്ങളെല്ലാം ഈ പേർഷ്യ ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പേർഷ്യയുടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ റോമക്കാരുമായിട്ട് ഇവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. റോമ എന്ന് പറയുന്ന ഇന്നത്തെ അമേരിക്ക പോലെ അന്നത്തെ ഏറ്റവും ശക്തമായിട്ടൊരു സാമ്രാജ്യമായിരുന്നു. ആദ്യം ഗ്രീക്ക് സാമ്രാജ്യത്തിന് ഏറ്റവും ശക്തമായിരുന്നു. അത് കഴിഞ്ഞ് റോമ സാമ്രാജ്യം ശക്തമായി. ആ റോമൻ സാമ്രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. അതുപോലെ തന്നെ സ്വരാഷ്ട്രീയനിസമായിരുന്നു അവിടുത്തെ ബുദ്ധം, ആദിമതം എന്ന് പറയുന്നത്. സ്വരാഷ്ട്രീയം നമുക്കറിയാം, നമ്മുടെ പാഴ്സികൾ അവർ ഉൾക്കൊണ്ടിരുന്ന ആ മതമാണ്. ഇവിടെയാണ് പിറന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഭാഗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടുന്ന പെനിൻസുലയിലാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമായാലും ക്രിസ്തുമതമായാലും ബുദ്ധമതമായാലും ജൈനമതമായാലും സിഖ് മതമായാലും എല്ലാം ഇവിടെ തന്നെയാണ്. അല്ല യൂറോപ്പിലോ അമേരിക്കയിലോ അല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഹിന്ദു, ആ പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നത്, അതൊരു മതമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു ജീവിത രീതിയാണ്. അതിനെ സൈന്ധവ സംസ്കാരമാണ്. നമ്മളത് പ്രത്യേകം ഒരു മതമെന്ന് പറയുന്നത് സെമിറ്റിക് പോലെ സംഘടിത ബലമുള്ള ഒരു മതമല്ല അന്നും ഇന്നും.
അതുപോലെ അക്കാമിനീഡ് എന്ന് പറയുന്ന ഒരു വംശം ഉണ്ടായിരുന്നു അവിടെ. ഇതിൽ പെട്ട ആ ഭരണം എന്ന് പറയുന്നത് ബ്ലാക്ക് സീ വരെ, കരിങ്കടൽ വരെ നീണ്ടിരുന്ന ഭരണമാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയാൻ പര്യാപ്തമായിട്ടുള്ള സാമ്രാജ്യങ്ങളാണ്. അതുപോലെ ഞാൻ ചുരുക്കി അങ്ങ് പറയുകയാണ്, സിറിയസ് എന്ന് പറയുന്ന ഒരു രാജാവ്, ഏറ്റവും മഹാനായ രാജാവാണ് അവിടെ ഉണ്ടായിരുന്നു. ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള കൃതിയിൽ ആർണോൾഡ് ടോയംബി നമ്മുടെ മഹാനായ അശോകനെക്കുറിച്ചൊരു വരി പറയുന്നുണ്ട്. ആ വരി ഇങ്ങനെയാണ്: അശോക ദി എംപറർ ഷൈൻസ് ലൈക്ക് എ പോൾ സ്റ്റാർ ഇൻ ദി ഫേമമന്റ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രത്തിൻ്റെ നഭസിൽ അല്ലെങ്കിൽ മഹാകാശത്തിൽ അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി ഒരു ധ്രുവ നക്ഷത്രത്തെ പോലെ ദീപ്തി പരത്തുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്താണത് പറയാൻ കാര്യം? മറ്റ് ലോകത്തിലെ ഒരു രാജാവും യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് ഞാനിനി യുദ്ധം ചെയ്യുകയില്ല എന്ന് ശപഥമെടുത്തിട്ടില്ല. അശോകൻ അത് ചെയ്തു. എന്തുകൊണ്ടത് ചെയ്തു? യുദ്ധത്തിൽ അംഗവൈകല്യമേറ്റും കഷ്ടനഷ്ടങ്ങളേറ്റും കരയുന്ന അർത്ഥപ്രാണനായി കിടക്കുന്ന ആൾക്കാരെ കണ്ട് ഭൂതദയ ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിമേൽ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹം സൈന്ധവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ മഹാൻ ബുദ്ധമതം സ്വീകരിക്കുകയും തൻ്റെ മകനെയും മകളെയും സംഘമിത്രയെയും മഹേന്ദ്രനെയും ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ശ്രീലങ്ക ഒരു ബുദ്ധമത മജോറിറ്റിയുള്ള ഭൂരിപക്ഷമുള്ള രാഷ്ട്രമായിട്ട് തീർന്നത്. എന്നതുപോലെ തന്നെ ഒരു ചക്രവർത്തിയായിരുന്നു സിറിയസ്. ഈ സിറിയസ് അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം യുദ്ധം ചെയ്തു, ജയിച്ചു, ഒരുപാട് പേരെ തടവുകാരാക്കി ജയിലിലിട്ടു. ആ തടവുകാരാക്കിയവരെ എല്ലാം യുദ്ധം ജയിച്ചു കഴിഞ്ഞ് അദ്ദേഹം മോചിപ്പിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പേടിച്ച് പേർഷ്യയിൽ നിന്ന് ഓടി മറ്റു രാജ്യങ്ങളെ അഭയം പ്രാപിച്ച ആൾക്കാരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഒരു ശിക്ഷയും കൊടുക്കാതെ സ്വന്തം രാജ്യത്ത് സ്ഥാപിച്ചു. അങ്ങനെ ലോകത്തിലെ മൗലിക അവകാശങ്ങളുടെ ആദ്യത്തെ പ്രണേതാവ് ഇദ്ദേഹമാണെന്ന് ആണ് വിശേഷിക്കപ്പെടുന്നത്. അദ്ദേഹം ഭരിച്ചിരുന്നത് 539 BC, അതായത് ക്രിസ്തുവിൻ ജനിക്കുന്നതിന് മുമ്പ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സന്ദേശം നൽകുന്നതിന് 539 വർഷത്തിന് മുമ്പാണ് അദ്ദേഹം ചക്രവർത്തിയായത്. ആ റിലീജിയസ് ടോളറൻസ് നല്ലപോലെ ഉണ്ടായിരുന്നു. അന്നും മതങ്ങളുണ്ട്, അന്ന് പലതരത്തിലുള്ള ഗോത്രമതങ്ങളുണ്ട്. ക്രിസ്തു മതമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ മതങ്ങൾ തമ്മിൽ പകയോടെ പോരാടിയിരുന്നു അറേബ്യയിൽ. പക്ഷേ പേർഷ്യയിൽ അങ്ങനെയുള്ള വൈരമില്ലാതെ സഹിഷ്ണുതയോടെ ജീവിക്കാൻ പഠിപ്പിച്ചു സിറിയസ് ചക്രവർത്തി. അന്നേ നമ്മളീ പറയുന്ന മതേതരത്വം, മതനിരപേക്ഷത എന്ന് പറയുന്ന ആ സംസ്കാരം, ഇപ്പോൾ പലരും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഭാവനയാണ് മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ട്. അന്നേ ഈ മതേതരത്വം നിലനിർത്തി പോന്നിരുന്ന ആളാണ് സിറിയസ്. മതങ്ങളോടുള്ള സഹിഷ്ണുത, മതവൈര്യമില്ലായ്മ, അതത്ര മഹത്തായ ഒരു സംസ്കാരമാണ്. അത് പുലർത്തിയിരുന്ന ആളാണ്. മതവൈര്യമില്ലാതെ അന്യ മതത്തിൽപ്പെട്ടവൻ കാഫിറാണെന്നോ മറ്റോ പറയാതെ തന്നെ സ്വന്തം മതത്തെ പോലെ മറ്റ് മതത്തെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സിറിയസ് എന്ന് പറയും. പിൽക്കാലത്ത് ഓപ്പറേഷൻ അജാക്സിൻ്റെ ഫലമായിട്ട് ഇവരുടെ എണ്ണപ്പാടങ്ങൾ ആംഗ്ലോ ഇറാനിയൻ എണ്ണപ്പാടങ്ങളാണ്. ലാഭമെല്ലാം കൊണ്ടുപോയിരുന്ന ചോര കുടിക്കുന്ന പോലെ ബ്രിട്ടനാണ്. 1953 കാലത്ത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള മൊസാദിക്ക് ഈ പാടങ്ങളെല്ലാം ഇറാനിൽ ദേശസാൽക്കരിച്ചു. നമ്മുടെ ഇന്ദിരാഗാന്ധി നമ്മുടെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതുപോലെ. തുടർന്നാണ് അവിടെ മുഹമ്മദ് റീസ പഹ്ലവി എന്ന് പറയുന്ന ആളിനെ വെച്ചിട്ട് ഈ മൊസാദിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് ബ്രിട്ടൻ, അന്ന് ബ്രിട്ടനായിരുന്നു പ്രബല ശക്തി, അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടൊരു ഭരണം വരികയും പിന്നീട് ബ്രിട്ടീഷ് പെട്രോളിയം എന്നാണ് ഇറാനിലെ എണ്ണപ്പാടങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്നുള്ള എണ്ണ മുഴുവൻ ഊറ്റിക്കൊണ്ട് ബ്രിട്ടൻ പോവുകയും ചെയ്തു. കൂടുതൽ താടിച്ചു കൊടുത്ത് സമ്പന്നമാവുകയും ചെയ്തു. അതിനെതിരെയാണ് ബസാറികളുടെ ആഭിമുഖ്യത്തിൽ പിൽക്കാലത്ത് അവിടെ ഒരു മത വിപ്ലവം നടന്നത്. ആ മതവിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ഖമേനെയിമാർ സർവാധികാരിക്കാരായിട്ട് തീർന്നത്, പരമോന്നത നേതാക്കളായിട്ട് തീർന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നടന്നു വരുന്നത്. അതിനൊരു ഇടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ എണ്ണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൊസാദിക്കിനെ ബ്രിട്ടൻ അട്ടിമറിച്ചതുപോലെ ഇദ്ദേഹത്തെ അട്ടിമറിച്ച് എണ്ണ മുഴുവൻ തങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഒരു വിഫല ശ്രമമാണ് നടത്തി. ഇപ്പം അദ്ദേഹം പരാജയപ്പെട്ട് ഞാൻ 3 ആഴ്ചക്കകം ഞാൻ പിന്മാറിക്കളയും അല്ലെങ്കിൽ ചാമ്പലാക്കി കളയും എന്ന് പറയുന്നത് ചുമ്മാ.
വെണ്ണീറാക്കി കളയുമെന്ന് പറയുന്നത്. അതിന് വെണ്ണീറിൻ്റെ വില പോലും ഇല്ലാത്ത വാക്കുകൾ, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രതിരോധമാണ് ഇറാൻ കാഴ്ചവെക്കുന്നത്. അങ്ങനെയുള്ളൊരു ചരിത്രമാണ് ഇറാനുള്ളത്. ആ ചരിത്രമാണ് ഈ ദുഷ്ടശക്തികളോട് പിടിച്ചു നിൽക്കാൻ അവരെ ശക്തമാക്കി തീർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചു മനുഷ്യത്വം കാണിക്കുന്നുണ്ട് അവർ ആക്രമണങ്ങളിൽ. ഇസ്രായേലിനെ പോലെ ആളുകളുള്ള സ്ഥലങ്ങളിൽ, സിവിലിയൻ സ്ഥലങ്ങൾ കഴിയുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് അവരിപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ അതെങ്ങനെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരാജയത്തിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മാർഗ്ഗങ്ങൾ അവർ വെടിഞ്ഞെന്നിരിക്കും. യുദ്ധത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്, മനുഷ്യത്വമില്ലാതെ വരാറുണ്ട്. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ വലിയൊരു പ്രകാശഗോപുരമായിരുന്ന ഈ പേർഷ്യൻ സാമ്രാജ്യം ഇന്ന് മനുഷ്യത്വം ചവിട്ടിമെതിക്കപ്പെട്ട ഒരു രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും കൂടി എന്നാണ്. ഇനിയിപ്പോൾ അടുത്തതിനെ അതിനെ ചാമ്പലാക്കി മാറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം പുളുവടിക്കുന്ന ആളായതുകൊണ്ട് ഇത് സത്യമാണോ കള്ളമാണോ ഇന്ന് അടുത്ത 3 ആഴ്ചകൾ കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.